ഹായ്, എല്ലാവർക്കും ഷെഫ് ഗ്രീനറിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു കൃഷി വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മുടെ പച്ചക്കറി തേക്കൊക്കെ ഒരു വളപ്രയോഗത്തിൻ്റെ സമയമായി. അപ്പോൾ അതിന് വേണ്ടി ഒരു വളപ്രയോഗ രീതിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു 1/2 കിലോ കടലക്കൊപ്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് കുതിർത്താനായിട്ട് വെക്കാം. അതായത് ഒരു ബക്കറ്റിലേക്ക് കൊപ്ര ഇട്ട് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു കഷ്ണം ശർക്കരയാണ്. ശർക്കര ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അരി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ആ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരു 3 ദിവസം കുതിരാനായിട്ട് അല്ലെങ്കിൽ ഇതൊന്ന് പുളിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. കടലക്കൊപ്ര പുളിപ്പിക്കാൻ വെക്കുമ്പോൾ 7 ദിവസമെങ്കിലും വെക്കണമെന്നാണ് പറയുന്നത്. 7 ദിവസമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ. നമ്മുടെ അടുത്ത വീട്ടിൽ നിന്നൊക്കെ പരാതി വരും. അതുകൊണ്ട് 2-3 ദിവസം വെക്കണതായിരിക്കും എപ്പോഴും നല്ലത്. ഞാൻ കൊപ്ര പുളിക്കാൻ വെച്ചിട്ട് 3 ദിവസമായിട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് ഇതുപോലെ ഒരു ബക്കറ്റ് അല്ല, അതിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. 1.5 ബക്കറ്റ് വെള്ളത്തോളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1.5 ബക്കറ്റ് വെള്ളം ഒഴിച്ച് ഇത് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പച്ചക്കറി തൈകൾക്കെല്ലാം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ വഴുതന, ഇത് നമ്മൾ ഗ്രോ ബാഗിലൊന്നല്ല കേട്ടോ നട്ടേക്കണേ, നിലത്ത് നട്ടേക്കണ വഴുതനയാണ്. അതിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. നിലത്ത് നടുമ്പോൾ തന്നെ ഒരു പ്രത്യേക വളർച്ചയാണ് അവർക്ക് പൂ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ വഴുതനത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഈ സൈഡിലായിട്ട് ഞാൻ കുറച്ച് പയർ നട്ടിട്ടുണ്ട്. ആ പയറിന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കോളിഫ്ലവർ, ക്യാബേജ്, വെണ്ട, തക്കാളി തൈ എന്നിവയ്ക്കെല്ലാം ഈ വളം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാവലത്തും ഒരു പാവയ്ക്ക് മൂത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ പറമ്പിൽ നട്ടേക്കണ ചേമ്പ്, അതിൻ്റെ കടയ്ക്ക് എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ നമുക്കതൊന്ന് പറിച്ച് നോക്കാം. ചേമ്പ് വിത്ത് എന്തെങ്കിലും ഉണ്ടോയെന്നൊന്ന് പറിച്ച് നോക്കാം. അപ്പോൾ ചേമ്പ് പറിക്കണ സമയത്ത് എനിക്ക് ചേമ്പ് വിത്തല്ലാട്ട് കിട്ടിയത് മഞ്ഞളാണ്. ആ പരിസരത്ത് എവിടെയോ ഒരു കട മഞ്ഞൾ നിൽപ്പുണ്ടായി. അപ്പോൾ മഞ്ഞളാണ് എനിക്ക് കിട്ടിയേക്കണത്. 2 ചേമ്പ് വിത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അടുത്ത ഒരു ചേമ്പിൻ്റെ കടയും കൂടി ഞാൻ പറിച്ച് നോക്കുന്നുണ്ട്. അതിൻ്റെ കടക്കേന്നും എനിക്കൊന്നും കിട്ടിയില്ല. വീണ്ടും ഒരു ചേമ്പിൻ്റെ കടയും കൂടി ഞാൻ പറിച്ച് നോക്കി. അതിനൊരു സാമ്പാറിലിടാനുള്ള ചേമ്പ് വിത്ത് എനിക്ക് കിട്ടിയിട്ടോ. ഇതെല്ലാം വീണ്ടും തിരിച്ച് ഞാൻ നട്ട് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി കരിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കിതൊന്ന് നട്ട് കൊടുക്കാം. അപ്പോൾ അടുത്ത പ്രാവശ്യം ഉണ്ടാവുമെന്ന് വിചാരിക്കാം. അങ്ങനെ ചേമ്പൊക്കെ വീണ്ടും നട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, കപ്പ കൃഷി ചെയ്യുന്ന വീഡിയോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എല്ലാവരും അതിലൊന്ന് കയറി കാണുക. അപ്പോൾ നമ്മുടെ കപ്പ കൃഷി ചെയ്ത കപ്പയൊക്കെ ഇത് ഇത്രയായിട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ കൃഷിയൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്ത് അതിൽ നിന്നൊരു വിത്തോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഫലം കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഒരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പച്ചക്കറി തൈകളൊക്കെ നട്ട് ഇതുപോലെ പരിപാലിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികൾ കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്